നിങ്ങൾ എടുക്ക എന്താടാ ഈ ബെജാത്തോടത്തെ എടുക്കാള്? ഞാൻ അയച്ചുകൊണ്ട് എടുത്തേക്കാണ്. ഓളൊന്ന് കാണട്ടെ. ഓൾ ആ ചെറുക്കനും പെണ്ണിനെ അവിടുന്ന് ഇറക്കി വിട്ടിക്കണോ? അതൊന്ന് ചോദിച്ചോക്കട്ടെ എന്താണെന്ന്. അത് ഞാൻ കണ്ടു. ഓല തള്ള ഇറക്കി വിട്ടിക്കണോലെ. ഞാനാ ഫാറൂഖിനോട് വിളിച്ചറിഞ്ഞത്. ഇവിടെ ബസ്സിലാനെ ഓനെ അങ്ങോട്ട് കൊണ്ടേക്കാണ് ഓളെ പെരേക്ക്. ഇത് എന്താ ജിമ്മയോടൊന്നും ഉണ്ടിയില്ലാതൊന്നോ? എത്തമ്മ അതൊക്കെ പറഞ്ഞോ? അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിന്നോട് പോരി. ഇല്ല, ഞാൻ അവളൊന്ന് കാണട്ടെ. അയച്ചോ അയച്ചോ. എവിടെയായിരുന്നു എന്റെ ഉത്സവാ? എന്ത് പണിയാടി കാട്ടിക്കുന്നത്? ആ ചെറുക്കനും പെണ്ണിന് ഇവിടുന്ന് ഇറക്കി വിട്ടിക്ക. എന്ത് കണ്ടിട്ട് ഇരിക്കണത്? നമുക്ക് ആകെ ഒന്നല്ലേ ഉള്ളൂ. ഒന്നുള്ളെങ്കിലേ ഓലക്കൊണ്ട് തല്ലണം എന്നാണ്. ഓനെ ഞാൻ എങ്ങനെ വളർത്തിയെന്ന് എനിക്കറിയില്ല. ഇവിടെ നടന്ന കഥ എന്തെങ്കിലും ഇജ്ജ് അറിഞ്ഞ? ഓനെ എന്നോട് പറയാതെ ഓൻ വന്നത്. ഇവിടെ എത്തിയതിന്റെ ശേഷം ഓൻ എന്നെ വിളിച്ചിട്ട് ഞാൻ ഇപ്പൊ വരാന്ന് ഓനോട് പറഞ്ഞാണ്. എന്നിട്ട് ആ തഞ്ചത്തിന് ഓൻ പോയിക്കാണ്ട് ഓളെ കൂട്ടിക്കാണ്ട് വന്നിക്കണേ. ഇവര് രണ്ടാളും കൂടി ഒത്തുള്ള കളിയാണതേ. എന്താ പത്ര ഒക്കാന്? ഓൾ മാപ്പിളി പെണ്ണുങ്ങളല്ലേ? ഓളെടുത്തേക്കല്ലാതെ ആരടുത്തേക്ക പിന്നെ വരിക? വേറെ ആരും ഇല്ലല്ലോ കൊണ്ടുവന്നിക്കണത്. ഓന്റെ പെണ്ണുങ്ങളിനല്ലേ? ഓള് ഇതിനുള്ളിൽ കാട്ടിക്കൂട്ടിയൊക്കെ എനിക്കറിയില്ലേ? ഓളെ ഞാൻ ഇവിടുന്ന് ഇറക്കി വിട്ടാണ്. ഓ എന്നോട് ചോദിച്ചിട്ടല്ലേ ഓളെ കൊണ്ടുവരുന്നത്. ഓ എന്നോടൊരു വാക്ക് ചോദിച്ചിട്ടില്ല. ഇവര് രണ്ടാളും ഒത്തുകാണ്ടുള്ള കളിയാണ് ഇതൊക്കെ. ഉമ്മ കഴിഞ്ഞിട്ട പെണ്ണുങ്ങളേ ഉള്ളൂ. തള്ളാരെ വിലാക്കത്തോലെ ഞാൻ ഈ പെരന്റെ ഉള്ളിൽ കേറ്റൂല. അത് ഞാൻ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അയച്ചോ ജാന്റി വാസി മട്ടൊക്കെ ഒന്ന് ഒഴിവാക്കണം കേട്ടോ. വയസ്സാം കാലത്ത് ആരും ഉണ്ടാവില്ല. അങ്ങനെ മക്കളെന്നെ ഉണ്ടാവുള്ളൂ. ആരും വേണ്ട. ഓരാരും എന്നെ നോക്കും വേണ്ട. ആരപ്പത്? ആഴ്ചത്തിന്റെ ഉമ്മയല്ലോ. എത്ര കാലായി കണ്ടിട്ട്? ആരപ്പത്? മൈമുട്ടിയാ? എന്റെ പേരക്കുട്ടിയെ ദുബായിന്ന് വന്നിക്കണല്ലോ. അത് കാണട്ടെ വെച്ചാണ്ട് പോകുക ഞാനേ. കഴിച്ചാത്താ സുഖല്ലേ? വെജായൊന്നും ഇല്ലല്ലോ? വെജായി ഒക്കെ ഉണ്ട്. എന്നാലും എന്റെ പേരക്കുട്ടിനെ കാണാൻ വേണ്ടിട്ടേ വന്നതാ ഞാന്. ഇനിയിപ്പോ പേരക്കുട്ടി പോയി നോക്കി. എന്നാ ഞാനൊന്ന് പോയി നോക്കട്ടെട്ടാ. എന്റെ കുട്ടീനെ കണ്ടിട്ട് കൊറേ ദിവസമായിക്കുന്നു. ഞാൻ പോയി നോക്കാൻ ഞാൻ പറ്റൂല. എന്റെ അമ്മയാണല്ലോ വരുന്നത്. ഇന്നെന്താ ഒറ്റക്ക് പോന്നേ? നിങ്ങളെന്താ പറയാതെ പോന്നുമ്മാ? അല്ല എന്റെ കുട്ടി എടുത്തു ഫോൺ വന്നപ്പോ നിങ്ങൾ എങ്ങനെ അറിഞ്ഞ്? എന്റെ കുട്ടി ഇന്നലെ എന്നെ വിളിച്ചിരുന്നു. ഉമ്മ ഞാൻ ഇവിടെ വന്നിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ചാന വിളിച്ച എവിടെ ഓന്? അനീന്തുവാ കുഞ്ഞേ ഇവിടെ വന്നാടാ. ഉമ്മ നിങ്ങൾ ഓനെ വിളിച്ചണ്ട. ഓൻ ഇവിടെ ഇല്ല. ഓനെ ഞാൻ ഇന്നലെ ഇവിടുന്ന് ഇറക്കി വിട്ടിക്കണ്. ഓനെ പെണ്ണുങ്ങളെ വർത്താനം കേട്ടുകാണ്ടേ പെണ്ണുങ്ങളെ വീട്ടിലിറക്കാണ്. അന്റെ വാസും കുറുമ്പോ ഒന്നും ഇനി എന്തുവരെ തീർന്നിട്ടില്ലേടി. എന്റെ കുട്ടീനെ ഇവിടുന്ന് ഇറക്കി വിടാന് മാത്രം എത്താവൻ കാട്ടിയത് തന്നെ. ഉമ്മ കുറച്ചൊന്നല്ല ഓൾ ഇന്നെ ഇവിടെ ഇതിനുള്ളിൽ കാട്ടിക്കൂട്ടിയത്. അതുകൊണ്ടാണ് ഓളെ ഞാൻ ഇതിനുള്ളിൽ കേറ്റൂല എന്ന് പറഞ്ഞു. ഞാൻ ഇല്ലാതെ തക്ക നോക്കിക്കാണ്ട് ഓനെ ഓളെ കൂട്ടിക്കാണ്ട് ഇങ്ങോട്ട് വന്നത്. ഓളോട് ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞു. ഓന്റെ വൈത്തല ഇറങ്ങി പോയതാണേ. ഓര് രണ്ടാളും കൂടി ഇവിടുന്ന് ഇറങ്ങി പോയിക്കാണ്ടേ ഓളെ പെരിയിലാണ് പോയി നിൽക്കണത്. എന്നിട്ട് ഓര് രണ്ടാളും കൂടി ഇപ്പൊ പള്ളി കമ്മിറ്റി പോയിക്കാണ്ട് എന്റെ പേരിൽ പരാതിയും കൊടുത്തിക്കണേ. പള്ളിയിൽ ഇന്നെ വിളിച്ചിനി ഇന്ന് വൈകുന്നേരം ചെല്ലാൻ പറഞ്ഞിക്കാണ്ട്. ഞാൻ ഇത്ര ഇറങ്ങാറായി വന്നതേ എന്റെ കുട്ടീനെ കാണാൻ വേണ്ടിട്ടായിരുന്നു. ഓന് ഇവിടെ ഇല്ലെങ്കി പിന്നെ ഞാൻ എത്തിനാ ഇവിടെ നിൽക്കുന്നത്. ഞാൻ പോകുകയാണ്. ഞാൻ കൊണ്ടാക്കി തരാ. നിങ്ങൾ ഒറ്റക്ക് പോണ്ട, ഞാൻ കൊണ്ടാക്കി തരാ. മങ്ങൾ ഒറ്റക്ക് പോവല്ലേ? മങ്ങൾ എവിടേക്ക് പോണ്ടെച്ച ഞാൻ കൊണ്ടാക്കി തരാ. ഇവിടേക്കച്ച ഞാൻ ഒറ്റക്കല്ല വന്നത്. ഇനിയിപ്പൊ ആ ഭാഗത്തേക്ക് പോകാനും വയ്ക്കും. ഒറ്റക്കന്നെ ഞാൻ പോകും. എന്റെ കുട്ടീനെ കാണാൻ വേണ്ടിട്ടാ ഞാൻ വന്നത്. എന്റെ കുട്ടി ഇവിടെ ഉണ്ട് വിചാരിച്ചിട്ടല്ല ഞാൻ വന്നത്. അതിനൊക്കെ അനുഭവിച്ചടി. പടച്ചോനൊന്നും മോളിലുണ്ട്, അത് ചോർത്തോ. ഞാനേ എന്റെ കുട്ടീനെ എന്നോട് വന്ന് നോക്കുമ്പോ എന്റെ കുട്ടീനെ കാണാൻ പറ്റില്ല. ഉമ്മ ഞാൻ കൊണ്ടാക്കി തരാം.
ഡോക്ടർ നല്ലോണം ശ്രദ്ധിക്കാൻ പറഞ്ഞു ഇജ്ജ് കളിക്ക് കേട്ടോ. ആയിക്കോട്ടെ. അടിയൊക്കെ ഇല്ല പരിപാടിയാണ്. ജിപ്പാന്റെ അടുത്ത് നിർത്തി അതൊക്കെ ഒന്ന് പറയട്ടെ ഇപ്പാനോട്. ആയിക്കോട്ടെ. ഡോക്ടറെ കണ്ടോ? ഡോക്ടർ എന്തേ പറഞ്ഞു? എന്താപ്പാ കൊറേ ECG ടെസ്റ്റ് ഒക്കെ എടുത്തു, കൊഴപ്പില്ലെന്നാ പറയുന്നത്. അൽഹംദുലില്ലാ. എന്ത് കുഴപ്പമില്ലാന്ന് വെച്ച് പറയണത്? നല്ലോണം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. തടിയാണെങ്കിൽ എന്തെന്നാ പറഞ്ഞത്? പരി പോയിങ്ങാണ്ടേ എന്തെങ്കിലും കഴിച്ചുങ്ങാണ്ട് കുറച്ചു നേരം കടന്നോ. ഫസിലാരെയും കൂട്ടിങ്ങാണ്ടേ ഉച്ച കഴിഞ്ഞാണ്ട് സെക്രട്ടറിന്റെ വീട്ടിൽ കണ്ടുവാ. ഞാൻ അങ്ങോട്ട് വരാം കേട്ടോ. എന്റെ കുട്ടി ഇവിടെ ഉണ്ടോണാവോ, എവിടേക്കും പോയിക്കണോ അതും ആവോ. ഒന്ന് കാണാൻ പൂജകൊണ്ട് പോന്നിക്കാണ് ഞാൻ എന്റെ കുട്ടീനെ. ഇത്ര കാട്ടുക ആളിയാങ്കാട് എല്ലിമേല് വരുന്നേ അങ്ങോട്ട് കേറി നടന്നാ പോന്നെ. ആ കുട്ടിയെ ഞാൻ നടന്നാ പോന്നത്. അവിടുന്ന് ഒരു വണ്ടിയും കിട്ടിയില്ലേ, അതില് വണ്ടിക്കൊക്കെ ഞാൻ അങ്ങനെ കജ്ജട്ടു. അപ്പൊ ഇതിൽ കൂടി അങ്ങോട്ട് പോകും വണ്ടി. എത്താ ഞാൻ കേട്ടോ, ആരും നിർത്തിയില്ല. ഞാനിങ്ങനെ ആയിട്ടേക്കും ഇച്ച് പൊടിയാടില്ല. എന്തായാലും ഇവിടെ എത്തിയിരുന്നല്ലോ. എടുത്തടി എന്റെ കുട്ടി. അല്ലിമ്മ നിങ്ങളകത്തേക്ക് പോകും. ഞാൻ കഞ്ഞി എടുക്കട്ടെ താത്ത. വല്യമ്മ എന്റെ കുട്ടി എന്തൊക്കെയാ പൂജ ചെയ്യാണ്ട് വന്നതാണടാ. എത്ര കാലായി കണ്ടിട്ട്, ഇപ്പൊ കണ്ടപ്പോ സന്തോഷായി. എന്താ മനെ കാട്ടുക? എന്റെ ഉമ്മാന്റെ കോലെങ്ങനെ ആയി കഴിഞ്ഞാ പിന്നെ എത്താ ഞമ്മള് കാട്ടണോ? കരയില്ലേ ഒക്കെ ശരിയായിക്കോളും. എന്താ നിങ്ങളെ പോലെ കാണാത്ത? അസർക്കാശം പള്ളിക്കൂടി നിൽക്കാറുണ്ട്. വലൈക്കും അസ്സലാം. നേരം ഭംഗിന്നാ തോന്നുന്നത്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അങ്ങനെ എത്താൻ വൈകിയോ? അല്ല അമിതനും ഇമ്മോടെ കരപ്പത്തേരോടെ കാണാനല്ലോ. കരപ്പ് വരും. നിങ്ങളെ ഉള്ളിക്കൊണ്ട് കയറി വെക്കി. മോളോട് അകത്തേക്ക് കയറിയിരിക്കാൻ പറഞ്ഞു. ഫസില ഇങ്ങോട്ട് ഉള്ളിൽ കയറിയിരിക്കെ. എന്നാ സെക്രട്ടറി എല്ലാരും എത്തിയല്ലോ, നമുക്ക് കാര്യത്തിലേക്ക് കടക്കല്ലേ. നിങ്ങളിപ്പോ മകനെയും മരുകളോട് ഇറക്കിയിട്ട് വരണം. എന്താ പ്രശ്നം? ഓനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനേ തക്കതായ കാരണങ്ങളുണ്ട്. ആ കാരണം എന്താ അറിയാനാണ് ഇങ്ങോട്ട് നിങ്ങൾ വിളിച്ചത്. ഓന്റെ ബാപ്പ ഓൻ ചെറുതായെന്ന് മരിച്ചതാണ്. അവിടുന്ന് ഇങ്ങോട്ട് ഞാനാണ് എന്റെ പെരക്കാര് തണിയും കൂടി ഇല്ലാതെ ഓനെ വളർത്തിണ്ടാക്കിയത്. ഓന് ഗൾഫിക്ക് പോണെന്ന് പറഞ്ഞ് ഞാൻ പൈസ ഒക്കെ ഒപ്പിച്ചു കൊടുത്തു. ഓനെ ഗൾഫ് പറഞ്ഞേച്ച് ഓനിപ്പോ രക്ഷപ്പെട്ട് വന്നപ്പോ ഓനക്ക് ഇപ്പൊ എന്നെ വേണ്ട. ഓന്റെ പെണ്ണുങ്ങളെ കൂട്ടക്കാരും മതി. ഇപ്പൊ 3-4 മാസമായിട്ടേ ഓനെ വിളിച്ചാലും ഇല്ല, നിങ്ങക്ക് പൈസ അയക്കലില്ല. ഓനിപ്പോ നാട്ടില് വന്നതും കൂടി ഞാൻ അറിഞ്ഞിട്ടില്ല. ഓൻ എന്നോട് പറയാതെ വന്നു. ഞാനും ഓന്റെ കുഞ്ഞാമാന്റെ അവിടെ ഇനി അവിടുന്ന് ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞപ്പോത്തിന് ഓന് ഒബ്ബളെ ഞാൻ എന്റെ പെരയെ കയറ്റരുത് എന്ന് ഓനോട് ഞാൻ വിളിച്ചു പറഞ്ഞതാണ്. ഓ എന്നിട്ട് ഞാൻ വന്നപ്പോത്തിന് ഓന്റെ പെണ്ണുങ്ങളെയും കൂട്ടിക്കാണ്ട് പെരയിൽ വന്ന് നിന്നിക്കണേ. ഞാൻ ചെയ്ത എന്താ തെറ്റ്? ഇന്റെ പെണ്ണുങ്ങളെ നമ്മളെ പെരക്കല്ലാതെ എവിടേക്ക് ഞാൻ കൊണ്ടുപോവാ? ഇവള് ഇന്നെ അത്രക്ക് വെറുപ്പിച്ചിക്കണേ. ഇവളോട് ഞാൻ എന്റെ പെരയെ കയറരുത് എന്ന് പറഞ്ഞാണ്. ഞാൻ ഇറക്കി വിട്ട ഓളെ ഇപ്പൊ എന്നോട് ചോദിക്കാതെ ഓൻ പെരയെ കയറ്റാൻ പാടുണ്ടാ? അതിന് മാത്രം ഓൾ എന്ത് തെറ്റങ്ങോട്ട് ചെയ്തത്? ഓളോടെ ചെയ്തു കൂട്ടിയതൊക്കെ പറയുകയാണെങ്കിൽ കുറെ പറയാണ്ട്. ഇവിടെ ഒരു ദിവസം എനിക്ക് ഉറക്കുളിക വരെ കലക്കി തന്നിക്കണേ. ഇമ്മ നിങ്ങളെന്താ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയണത്? കേൾക്കാന്നില്ലടി ഇല്ലേ? അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ. നോണ പറയോളെ. നിങ്ങളിവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. നിങ്ങളെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ വിളിച്ചു വരുത്തിയിട്ടുള്ളത്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി അതിനെ കുറിച്ച് പറയണ്ട. നിങ്ങൾ നല്ല ജയിലിക്ക് മകനെയും മരുമകളെയും കൂട്ടിക്കൊണ്ടേറ്റ് സമാധാനമായിട്ട് ജീവിക്കും.
നിങ്ങൾക്ക് ആകെ ഒരു മകനല്ലേ ഉള്ളൂ. വയസ്സാം കാലത്ത് നിങ്ങളെ നോക്കാൻ ഓനല്ലേ ഉണ്ടാവുള്ളൂ. ഈ വാശി വട്ടൊക്കെ എന്തിനാ? സന്തോഷത്തോടെ ജീവിക്കാൻ നോക്കി. ഓൻ ഇന്നെ ഒഴിവാക്കിക്കാണ്ടേ ഓന്റെ പെണ്ണുങ്ങളോട് പോയിക്കാണ്ട് പെങ്കൂസനായിട്ട് നിക്കല്ലേ. ഓൻ അവിടെ നിക്കട്ടെ. ഓൻക്ക് എന്നും ഉമ്മ വേണമെന്ന് തോന്നണം, അന്നും ഓൻ വരട്ടെ. ഉമ്മ നല്ല ദേഷ്യത്തിലാണ്. അനക്കിപ്പോ ആകെ ഒരു മാസമല്ലേ ലീവ് ഉള്ളൂ. ഇപ്പൊ ഭാര്യ വീട്ടിൽ തന്നെ നിക്ക്. ഉമ്മാന്റെ ദേഷ്യമൊക്കെ ഒന്ന് മാറിയിട്ട് നമുക്ക് നോക്കാം. ആയിക്കോട്ടെ എന്നാ. ഇൻഷാ അല്ലാ. ഓക്കേ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. സജ്ന ചായ കൊടുന്നാ. ഇതപ്പാ കാക്കോ നിങ്ങൾക്ക് ചായയാണോ? ഇപ്പ നിങ്ങൾ പോയ കാര്യം എന്തായി? എന്താ അമീതിന്റെ അമ്മ ഇപ്പോഴും ഭയങ്കര ദേഷ്യത്തിലാണുള്ളത്. ഒരു വിട്ടുവീഴ്ചക്കും മൂപ്പത്തിയേര് തയ്യാറില്ല. പിന്നെ ഇപ്പൊ എന്താ നമ്മൾ ചെയ്യാ? ഇപ്പൊ നിങ്ങൾ ടെൻഷൻ ആവണ്ട. ഇമ്മക്ക് കുറച്ച് വാശി കൂടുതലാണ്. അത് പണ്ടേ അങ്ങനെയാണ്. എനിക്കിപ്പോ ഇനിയിപ്പോ അതിന് പോകാനായത്. ഞാൻ ഏതായാലും ഇൻഷാ അല്ലാ പോയിട്ട് വരട്ടെ. അതുവരെ ഫസീലവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഞാൻ ജസീറൊന്ന് കണ്ടു കേട്ടോ. ഫസീനെ പേരട്ടോ. താത്ത ഹക്കീമാക്കാന്റെ കൂടെയുള്ള പെൺകുട്ടി ആരാ? അറിയില്ല. എന്തായാലും കല്യാണം കഴിഞ്ഞപ്പോ അവരെ നമുക്കൊന്ന് ചോദിച്ചു നോക്കേ. ഹക്കീമേ എങ്ങട്ടാ? ആരാപ്പത്? നിന്റെ വലിയ മാളെ നിന്റെ ചെറിയ കുട്ടി അങ്ങാടിക്ക് ഇറങ്ങിയതാണ് ഞാന്. അപ്പൊ എന്നെ കാണാൻ വിചാരിച്ചുകൊണ്ട് കയറിയതാണ് ഞാന്. എന്റെ ചെറുക്കിന് ഏതും ചൊഗ്ഗായിട്ടില്ല. ഏതെങ്കിലും ചൊഗ്ഗാക്കുകയാണെങ്കിൽ ഞാൻ കൊണ്ടുവരട്ടോ. അത് പറയാനും കൂടി വേണ്ടിട്ടാണ് ഇപ്പൊ ഞാൻ അങ്ങോട്ട് കയറിയത്. ഹക്കീമ അനക്ക് ഇത്ര വലിയ കുട്ടികളൊക്കെ ഉണ്ടോ? ഇവിടെ കെട്ടിച്ചുകൂടോ? സജന ഹക്കീമാക്കാന്റെ കുട്ടിനെ കെട്ടിച്ചിട്ടുണ്ടോ? നമുക്ക് ഉപ്പാനെ ചോദിച്ചോക്കല്ലേ ഫാറൂഖിന്. പാ ഹക്കീമാക്കാന്റെ കുട്ടിനെ കെട്ടിച്ചു വെച്ചേക്കും ഫാറൂഖിന്. എന്താ കുട്ടികളെ ചെയ്ത് സ്വകാര്യം പറിച്ചില്? അല്ല ഹക്കീമേ, അന്റെ കുട്ടിനെ കെട്ടിച്ചോ? നമ്മുടെ അടുത്തൊരു പുതിയാപ്പിള ഉണ്ടായിരുന്നു. ഇപ്പൊ എന്റെ കുട്ടികളൊന്ന് പുറത്തു പോയി കണ്ട് നിൽക്കി. അപ്പൊ വരട്ടോ. പക്ഷേ എന്റെ കുട്ടി ചെറുപ്പം മുതൽ തന്നെ ആസ്മന്റെ മരുന്ന് കുടിച്ചാണ്. ഓളമ്മ മരിക്കുന്ന ദിവസം പോക്ക് അസുഖം കൂടിയേക്കാണ്. ഇപ്പൊ ഡബിൾ ഡോസിലാണ് പോക്ക് മരുന്ന് കൊടുക്കുന്നത്. ഇതറിഞ്ഞുകാണ്ട് ഞാൻ എങ്ങനെ ഒരാളെ കൊണ്ടോളെ കെട്ടിച്ചേ അറിഞ്ഞാണ്ട് ഏതായാലും ഞാൻ ആരും കൊടുക്കൂല. ഇതൊക്കെ മനസ്സിലാക്കി ആരെങ്കിലും വരികയാണെങ്കിൽ ഓളെ നമുക്ക് കെട്ടിച്ചു കൊടുക്കാം. ഞാൻ പോട്ടെ. ഇപ്പ നമുക്ക് ആ കുട്ടി നമ്മളെ ഫാറൂഖിനെ കൊണ്ടൊന്ന് കെട്ടിച്ചാൻ പറ്റും. നമുക്ക് ആലോചിച്ച് നോക്കല്ലേ. ഏതായാലും ഉമ്മ ഇല്ലാത്തൊരു കുട്ടിയല്ലേ. അത് വേണ്ട, അത് മരുന്ന് കുടിച്ചൊരു കുട്ടിയാണ്. അങ്ങനെ പറയരുത്. അസുഖം തരുന്നത് ആരാ? പടച്ചവനാണ്. അസുഖം മാറ്റുന്നതും പടച്ചവൻ തന്നെയാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് ഒന്ന് ആലോചിച്ച് നോക്കാം.